ഹായ്, ഇറ്റ്സ് വിൽ ഷെലിയാസ് ഫ്രോം ഗുഡ് ഡിസൈൻ. അപ്പോൾ കുറച്ച് ഡിസൈനർ വൈസ് ഒക്കെ ഒന്ന് കാണിച്ചിട്ട് വേറെ ഒന്നുമല്ല, കുറച്ച് ഡിസൈനർ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് പറയാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ച് തിരക്കായ കാരണമാണ്. പിന്നെ ഡിസൈൻ വൈസ് ഒക്കെ പെട്ടെന്ന് കൊടുക്കേണ്ടതാകുമ്പോൾ വീഡിയോ ചെയ്യാൻ ചിലപ്പോൾ ഞാനിവിടെ ഫ്രീ ആയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കാരണം ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട്, എന്താ പറ്റ ഡിസൈൻ വൈസിൻ്റെ വീഡിയോസ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും മെസ്സേജ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതായിരുന്നു കാരണം കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ഐറ്റം, ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലുള്ള രണ്ട് കുട്ടികളുടെയും പിന്നെ ഒരു സെൽവാർ സെറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകിട്ടൊരു കസ്റ്റമർ, ഞാൻ കുറച്ച് മുന്നേ ചെയ്ത് കൊടുത്തത്, ഒരു 5-6 വർഷം എന്തായാലും ആയിട്ടുണ്ടാവും, ആ സമയത്ത് ചെയ്ത് കൊടുത്തൊരു ഡ്രസ്സാണ്. അപ്പോൾ അവരതിന് ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡിൽ വരുന്ന ദുപ്പട്ട ചെയ്യാൻ വേണ്ടി കൊണ്ടു തന്നാട്ടോ. അപ്പോൾ ഒരു കോയിൻസിഡൻസ് പോലെ. അപ്പോൾ ഞാൻ വെച്ചത് ഏതായാലും പർപ്പിൾ അല്ലേ, അപ്പോൾ അതിന് കൂടെ തന്നെ അതും കാണിക്കാമല്ലോ എന്ന് കരുതി ഒരു കുഴപ്പമില്ലാത്തൊരു ഡിസൈനായിട്ട് ഫീൽ ചെയ്താണ് കേട്ടോ. 5-6 വർഷം മുന്നേ ചെയ്തിട്ടുള്ളൊരു പീസാണ്. പർപ്പിൾ കളറിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൾക്ക് സാരിയും അതുപോലെ തന്നെ ഒരു ഗൗണും രണ്ടും മിങ്കിൾ ചെയ്തിട്ടുള്ളൊരു ഡിസൈൻ വേണം എന്ന് പറഞ്ഞിട്ട് അന്ന് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു കേട്ടോ ഗൗണ്. ഫ്ലയേർഡ് ആയിട്ട്, ഡബിൾ ഫ്ലയേർഡ് ആയിട്ടുള്ള ലോവർ പാർട്ട് കൊടുത്തിട്ട് യോക്കിലേക്ക് ഫുള്ള് സീക്വൻസ്, അതും ടോൺ ടു ടോൺ ഷെയ്ഡിലുള്ള സീക്വൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവിലേക്ക് 3/4 സ്ലീവ് കൊടുത്തിട്ട് അതിന് ലോവർ പാർട്ടിലേക്ക് ഇതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു പീസാണ്, ഒരു സാരിയോട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് പീസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പല്ലു ഏരിയ ഇതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. പല്ലുവിലേക്കും ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടുന്ന സമയത്ത് ബാക്ക് പോർഷനിൽ അതിങ്ങനെ വിസിബിൾ ആണ്. ആ ഒരു പോർഷൻ കണ്ട ഇതുപോലെ ഇങ്ങനെ കിടക്കും. ബാക്കിലേക്ക് ഇങ്ങനെ നമ്മൾ സാരിയുടെ മുന്താണിയൊക്കെ ഇടുന്ന ആ ഈ പല്ലു പോർഷനൊക്കെ വരുന്ന പോലെ അങ്ങനെ കിടക്കും. അപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ കൂടെ അതും കൂടെ കാണിക്കാമെന്ന്. പിന്നെ ഒന്നുള്ളത് ഒരു നല്ലൊരു വയലറ്റ് മിക്സ് ആയിട്ടുള്ള ഒരു പർപ്പിൾ കളറാണ്. ഇത് ആക്ച്വലി വീഡിയോയിൽ കാണുമ്പോൾ എന്ത് ഷെയ്ഡാണ് എന്നുള്ളത് അറിയില്ല. നല്ല ഡീപ്പായിട്ടുള്ളൊരു പർപ്പിൾ കളറാണ്. ഇത് നമ്മുടെ നമ്മുടെ മൊഡാൾ സിൽക്കല്ല, മറ്റേ ഷിബോരി പ്രിന്റിലുള്ളൊരു ഡിസൈൻ ഉണ്ട്. അപ്പോൾ ആ കളറ് ഇഷ്ടമായിട്ട് ആ കളർ കോമ്പിനേഷനിൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു കേട്ടോ. ഞാൻ കോമ്പിനേഷൻ കാണിക്കുമ്പോൾ അത് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ 2 ഗൗണാണ് ഞാൻ ആക്ച്വലി ഈ കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമ്മളെ കയ്യിൽ നിന്ന് ഡിസൈൻ ചെയ്തിട്ട് ആൾക്ക് ഇതുപോലൊരു ഡ്രസ്സ് എന്നെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഞാൻ പ്രസന്റ് ആയിട്ട് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വീഡിയോ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു വ്ളോഗായിട്ട് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഇതുവരെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. കുട്ടിയുടെ 2ാമത്തെ ബർത്ത്ഡേ ചിലപ്പോൾ നടക്കാൻ ഉണ്ടാവുക, ഇതുവരെ അത് പോസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ദിവസം എന്തായാലും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ആൾക്കും അന്നേ ഒരു ഡ്രസ് ചെയ്തിട്ടുണ്ട്. ഒരു ബർത്ത്ഡേ ഫംഗ്ഷനാണ്, ഉമ്മാക്ക് ഉപ്പ കുട്ടി, അപ്പോൾ അങ്ങനെ ഒരു കോംബോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇതേ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഫിറ്റിങ്സും അതിൻ്റെ ആ ഒരു ഇതും നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇതിൽ തന്നെ ഈ ഒരു പ്ലെയിൻ പർപ്പിളിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് തന്നിട്ടുള്ളതാണ്. അപ്പോൾ അവർ റിലേറ്റീവ് ആയൊരു കുട്ടിയുണ്ട്, അതും അന്ന് ആ മോളുടെ ഡ്രസ്സ് ഇട്ട് നോക്കിയപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതേപോലെ തന്നെ ആൾക്കും ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഒരേ സൈസിൽ വരുന്ന 2 പീസുകൾ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ക്രേപ്പ് ജോർജറ്റ് മെറ്റീരിയലിൽ ഗാദറിങ്സ് കൊടുത്തിട്ടുള്ളതാണ്. നെക്ക് എന്നുള്ളതൊരു ചോക്കർ പോലെ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഓഫ് ഷോൾഡർ പാറ്റേണിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നെക്കിലേക്ക് ബാക്ക് ആൻഡ് ഫ്രണ്ടിൽ ഇതുപോലെ ഒരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന സീക്വൻസും ബീഡ്സ് ഒക്കെ വെച്ചിട്ടാണ് സ്പ്രെഡിങ് വർക്ക് ചെയ്തിട്ടുള്ളത്. ബാക്ക് ആൻഡ് ഫ്രണ്ട് ഗാദറിങ്സ് ആണ്, ബാക്ക് പോർഷനിലാണ് സിബ് വരുന്നത്. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ട് കുട്ടിയുടെ ഉമ്മാക്ക് ചെയ്തിട്ടുള്ളത് ജോർജറ്റ് മെറ്റീരിയലിൽ ഈ കളർ ഡൈ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതിലേക്ക് നെക്കിലേക്ക് ഷോൾഡറിൽ നിന്ന് കണ്ട് നെക്കിലും അതുപോലെ തന്നെ ഷോൾഡർ ടു ലോവർ പാർട്ട് വരെ 2 പാരലൽ ലൈൻസ് കൊടുത്തിരിക്കുകയാണ്. 2 സൈഡിലായിട്ട് ചെറുതായിട്ടൊരു സ്പ്രെഡിങ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. സ്ലീവിലേക്ക് സിമ്പിൾ ഒരു സ്കാലപ്പിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. സിമ്പിൾ സ്കാലപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോട്ടം ജാം കോട്ടണിൽ ഈ കളർ ഡൈ ചെയ്തിട്ട് ചെറുതായിട്ടൊരു സ്പ്രെഡിങ്, അത് ഓവർ ആയിട്ടുള്ള ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞു, ചെറിയൊരു സ്പ്രെഡിങ്ങും. പിന്നെ ദുപ്പട്ട കുറച്ചൊരു വെറൈറ്റി ഉണ്ട്, ഡൈ ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ്. ഒരു ലൈറ്റ് ഷെയ്ഡ് പർപ്പിളും അതുപോലെ തന്നെ ഡീപ്പ് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഡൈ ചെയ്തിട്ടുള്ളതാണ്. വിത്ത് 4 സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതിലേക്ക് ലാവൻഡർ കളറിനുള്ള സീക്വൻസും ബീഡ് വർക്കുമാണ് ചെയ്തിട്ടുള്ളത്. ഓവറോൾ കാണുമ്പോൾ എനിക്ക് ആ കോമ്പിനേഷൻ വൈസും ഇതൊക്കെ നല്ല ഇഷ്ടം കാണുമ്പോൾ. അപ്പോൾ ഇതിൽ ലൈറ്റ് ആൻഡ് ഡാർക്ക് കോംബോ അനുസരിച്ചിട്ടാണ് കുട്ടികളിലേക്ക് ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വർക്ക് ചെയ്തത് കേട്ടോ. ഇങ്ങനെ. അപ്പോൾ ഇത്രയും പീസസ് ആണുള്ളത്. കണ്ടതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ വിചാരിക്കുകയാണ്. ഇനി 2-3 പീസ് ഇതിൻ്റെ കൂടെ ചെയ്യാനുണ്ട്, പക്ഷെ അത് അയൺ ചെയ്തിട്ടൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ കാണിക്കാൻ നേരിയത്. അപ്പോൾ അത്രയാണുള്ളത്. എന്തായാലും കുറേ ദിവസമായി ഇങ്ങനെ ഡിസൈനർ വെയർസിൻ്റെ വീഡിയോ കാണിച്ചിട്ട്. അപ്പോൾ അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് ഇനി ഒരു വീഡിയോ ആയിട്ട് എന്തായാലും ചെയ്യാം. അപ്പോൾ അത്രയാണുള്ളത്. നെക്സ്റ്റ് ഡിസൈൻ ആയിട്ട് വരാം. അതിലേക്ക് ബൈ.